ഹായ് ഗൈസ്, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈസ്റ്ററിനെ കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ അറിയിക്കുക. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈസ്റ്ററിനെ കുറിച്ചുള്ള പ്രാധാന്യം, ഈസ്റ്ററിൻ്റെ ചരിത്രം. എല്ലാവർക്കും ഈസ്റ്ററിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഈസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഈസ്റ്റർ ദിന ആശംസകൾ. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഓർമ്മകൾ കൊണ്ടാടുന്ന ഒരു ദിനമാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പ് തിരുനാൾ. ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആചരിക്കുന്നത്. ഭൂരിപക്ഷം ക്രിസ്മസ് വിശ്വാസികളും ഈ ദിവസം സുപ്രധാന പുണ്യദിനമായി ആഘോഷിക്കുന്നു. തിന്മയുടെയും അസത്യത്തിൻ്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിന് വേണ്ടിയും നിലനിൽക്കണമെന്നതാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന രണ്ട് സുപ്രധാന പാഠങ്ങൾ. ഈസ്റ്റർ ആചരണത്തിന് ചരിത്രത്തെക്കുറിച്ച് നോക്കാം. ആദ്യ നൂറ്റാണ്ടിൽ റോമിലെ ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ദിനത്തെ വിളിച്ചിരുന്നത് ആനന്ദത്തിൻ്റെ ഞായർ എന്നായിരുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്രമർമ്മമായ പുനരുദ്ധാരണത്തിന് അനുസ്മരിക്കുന്ന ഈ ദിവസത്തിൽ ആദിമ പൗരസ്ത്യ സഭകളിലെ വിശ്വാസികൾ പരസ്പരം ഉപചാരം കൈമാറിയിരുന്നത് ഈ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊരാൾ പറയുമ്പോൾ സത്യം സത്യമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് മറ്റേയാൾ പ്രവചിക്കുമത്രേ. ആദ്യത്തെ 3 പതിറ്റാണ്ടുകളിൽ പാസ്ക എന്ന പേരിൽ ഈസ്റ്റർ ആചരിച്ചിരുന്നു. പാസ്ക എന്ന പദം യഹൂദരുടെ പെസഹ ആചരണത്തിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. ഈ പാസ്ക പെരുന്നാൾ പീഡാനുഭവത്തിൻ്റെയും മരണവും ഉയർപ്പും ചേർന്ന ഒരു സമഗ്ര ആഘോഷമായിരുന്നു. 4-ാം നൂറ്റാണ്ട് മുതൽ ദുഃഖവെള്ളി വേറിട്ട് ആഘോഷിച്ച് തുടങ്ങി. ഇംഗ്ലണ്ടിലെ ആംഗ്ലോ സാക്സോണിയന്മാർ ഇയോസ്റ്ററെ എന്ന ദേവതയെ ആരാധിച്ചിരുന്നു. ഇയോസ്റ്ററെ ദേവതയുടെ പ്രീതിക്കായി യാഗങ്ങൾ ഏറെയും നടത്തിയിരുന്നത് ഈ മാസത്തെയാണ്. അതുകൊണ്ടാണ് ഈസ്റ്റർ മാസം എന്നും ഇത് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ക്രിസ്തുമതം അവിടെ പ്രചരിപ്പിച്ചപ്പോൾ ഈസ്റ്റർ മാസത്തിൽ തന്നെ ആചരിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരണ പെരുന്നാളിനെ ഈസ്റ്റർ എന്ന് വിളിച്ചു തുടങ്ങുകയും പിന്നീട് സാർവത്രിക പ്രചാരം നേടുകയും ചെയ്തു. സുറിയാനി പാരമ്പര്യത്തിലെ സഭകൾക്കിടയിൽ ഇപ്പോഴും ഈസ്റ്ററിനെ ഉയർപ്പ് പെരുന്നാൾ എന്ന് അർത്ഥമുള്ള കെതാം പെരുന്നാൾ എന്ന പേരിലും പഴയ പതിവ് നിലനിന്ന് പോകുന്നു. ഈസ്റ്റർ തീയതിയുടെ ഗണനം എല്ലാ വർഷവും ഡിസംബർ 25-ന് ആഘോഷിക്കുന്ന ക്രിസ്തുമസിൽ നിന്നും വ്യത്യസ്തമായി ഈസ്റ്ററിന് സ്ഥിരമായ തീയതി ഇല്ല. ഓരോ വർഷവും വ്യത്യസ്ത തീയതികളിലാണ് ഈസ്റ്ററും അതിനോടനുബന്ധിച്ച പീഡാനുഭവ വാരങ്ങളും ആഘോഷിക്കുന്നത്. എല്ലാ സഭകളും നീസാൻ മാസം 14-ന് ശേഷം വരുന്ന ഞായറാഴ്ച, അതായത് ഉത്ഥാന പെരുന്നാൾ ആയി ആചരിക്കണമെന്ന് ക്രിസ്തുവർഷം 325 കൂടി നിക്യ സുനഹദോസിൽ തീരുമാനമായി. ക്രിസ്തുവിൻ്റെ മരണം നീസാൻ 14-നായിരുന്നു എന്ന വിശ്വാസത്തിലാണ് ഈ നിശ്ചയത്തിന് അടിസ്ഥാനം. വസന്തകാലത്ത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് നീസാൻ മാസം വരുന്നത്. വസന്തകാലത്ത് സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസം അഥവാ വസന്ത വിഷുവം ആയ മാർച്ച് 21-ന് ശേഷം വരുന്ന പൂർണ്ണചന്ദ്രന് ശേഷമുള്ള ആദ്യത്തെ ഞായർ ഈസ്റ്ററായി നിശ്ചയിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗണന പ്രകാരം ഈസ്റ്റർ വരാവുന്ന ഏറ്റവും നേരത്തെയുള്ള തീയതി മാർച്ച് 22-ഉം ഏറ്റവും വൈകിയുള്ള തീയതി ഏപ്രിൽ 25-ഉം ആണ്. എന്നാൽ ജൂലിയസ് കലണ്ടർ പ്രകാരം അടിസ്ഥാനപ്പെടുത്തിയ ആരാധനാ വർഷം നിശ്ചയിക്കുന്ന ചില പൗരസ്ത്യ സഭകളിൽ, അതായത് കലണ്ടറുകൾ തമ്മിലുള്ള 13 ദിവസത്തെ വ്യത്യാസം കാണാം. കാരണം ഈസ്റ്റർ ദിവസം ഗ്രിഗോറിയൽ കലണ്ടറിൽ ഏപ്രിൽ 4 മുതൽ മെയ് 8 വരെ ഒരു ഞായറാഴ്ചയാണ് ആചരിക്കുന്നത്. 1953-ൽ മലങ്കര സഭ കൂടി
ഗ്രിഗോറിയൻ കലണ്ടർ സ്വീകരിച്ചതോടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സഭകളും ഒരേ ദിനമാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. എന്നാൽ കേരളത്തിലെ കൽദായ സുറിയാനി സഭയടക്കം ഏകദേശം 20 കോടി ക്രൈസ്തവർ ഇപ്പോഴും ജൂലിയൻ കലണ്ടർ അനുസരിച്ചാണ് ഈസ്റ്റർ തീയതി നിശ്ചയിക്കുന്നത്. 2010-ലും 2011-ലെയും ഈസ്റ്റർ ദിനങ്ങൾ 2 കലണ്ടർ സമ്പ്രദായം പാലിക്കുന്ന സഭകളിലും ഒരേ ദിനമാണ് ആഘോഷിക്കപ്പെട്ടത്. തുടർച്ചയായ ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച് അപൂർവമാണ്. ഇനി മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അമേരിക്കയിൽ കുട്ടികളുടെ സങ്കല്പത്തിൽ ഭംഗിയുള്ള ഈസ്റ്റർ മുട്ടകൾ കൊണ്ടുവരുന്നത് മുയലുകളാണ് എന്നതാണ്. അതുപോലെ ഫ്രെഡറിക് തോംസൺ ചക്രവർത്തി ഈസ്റ്റർ ദിനത്തിൽ പ്രജകൾക്ക് താറാവ് മുട്ടയുടെ ആകൃതിയിൽ ഈസ്റ്റർ മുട്ടകൾ നൽകിയിരുന്നു. ബെൽജിയത്തിൽ ഈസ്റ്റർ മുട്ടകൾ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് ഉരുട്ടിക്കളിക്കുന്ന വിനോദമുണ്ട്. മഹാത്മാഗാന്ധിയോടൊപ്പം ദീനബന്ധു റവർ CF ആൻഡ്രൂസ് സബർമതിയിൽ ഈസ്റ്റർ ആഘോഷിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഈസ്റ്റർ ദിനത്തിൽ സമുദ്ര സ്നാനത്തിന് പ്രാധാന്യമുണ്ട്. തെക്കൻ കൊറിയക്കാർ ഈസ്റ്റർ ഗാനങ്ങൾ ആലപിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നുണ്ട്. സുമാത്രയിൽ ക്രൂബീക്ക് ഫ്ലവറിനെ ഈസ്റ്റർ പുഷ്പമായി കണക്കാക്കുന്നു. ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവച്ചത്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈബിള് ഇതുപോലത്തെ ഇതൊക്കെ വെച്ചാൽ ഈസ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.